ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് 12ലെ ഫിസിക്സിലെ ഫസ്റ്റ് ടേം എക്സാമിനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അസർഷൻ ആൻഡ് റീസൺ, ഈ 2 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. റീസൺ ഇസ് കറക്റ്റ്ലി എക്സ്പ്ലെയിനിങ് ദ അസർഷൻ ആണെങ്കിൽ ഓപ്ഷൻ എ എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി 2 സ്റ്റേറ്റ്മെന്റും ഇൻഡിപെൻഡന്റ്ലി ട്രൂ ആണ്, പക്ഷെ റീസൺ ഇസ് നോട്ട് കറക്റ്റ്ലി ഗിവിംഗ് ദ എക്സ്പ്ലനേഷൻ ഫോർ അസർഷൻ എന്നാണെങ്കിൽ ഓപ്ഷൻ ബി ചൂസ് ചെയ്യാം. അസർഷൻ മാത്രമേ ട്രൂ ഉള്ളൂ, റീസൺ ഫോൾസ് ആണെങ്കിൽ ഓപ്ഷൻ സി എടുക്കാം. ഇനി രണ്ടും ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് ചൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് 4 ഓപ്ഷൻസ് ഈ അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസിനുള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നുള്ള അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അൺ അക്കാഡമിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ പാക്കേജ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാവുന്നതാണ് വിചാരിക്കുന്നത്. സമർത്ത് ബാച്ച്, അതുപോലെ സൂപ്പർ അച്ചീവേഴ്സ് ബാച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്റ്റംബറിൽ നീറ്റ് 2022 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സലന്റ് പാനൽ ഓഫ് ടീച്ചേഴ്സിന്റെ കീഴിലുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ പാക്കേജിന്റെ ഐക്കോണിക് പാക്കേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്യൂസ്, സ്ട്രക്ചേർഡ് കോഴ്സ് ആൻഡ് PDFs, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈവ് മെന്ററിംഗ് സെഷൻ ഉണ്ട്, അതുപോലെ ലൈവ് ഡൗട്ട് സോൾവിംഗ് സെഷൻ ഉണ്ട്. പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് നോട്ട്സ് അൺ അക്കാഡമിയുടെ ആപ്പ് വഴിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഐക്കോണിക് സബ്സ്ക്രൈബേഴ്സിന് ഫിസിക്കൽ നോട്ട്സ് ആണ് കിട്ടാൻ പോകുന്നത്. മെന്റേഴ്സിനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് ആണ്. നിങ്ങളുടെ അൺ അക്കാഡമിയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഏത് മെന്ററുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, ഏത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ബ്രീഫ് ആയിട്ട് കൊടുത്ത് നിങ്ങളുടെ കൺവീനിയന്റ് ടൈമും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെന്റേഴ്സ് വിൽ ബി കോൺടാക്ടിങ് യു അറ്റ് ദ കൺവീനിയന്റ് ടൈം ഓഫ് യുവേഴ്സ് എന്നുള്ളതാണ്. ഇനി നോട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോട്ട്സ് ടോപ്പ് ഫാക്കൽറ്റീസ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിവ്യൂഡ് ബൈ ടോപ്പ് റാങ്കേഴ്സ് ആൻഡ് ആക്സസിബിൾ എനിവെയർ എനി ടൈം. ഞാൻ പറഞ്ഞു പ്ലസ് സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ ആപ്പിലാണ് നമുക്ക് നോട്ട് കിട്ടുന്നത്. അതേസമയം ഐക്കോണിക് സബ്സ്ക്രൈബേഴ്സിന് നോട്ട്സ് വിൽ ബി ഡെലിവേർഡ് അറ്റ് യുവർ ഫുഡ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ നോട്ട്സ് എത്തിച്ചു തരുന്നതായിരിക്കും, ഫിസിക്കൽ നോട്ട്സ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. ഇനി കോംബോ പാക്കേജസും കൂടി ഉണ്ട് 20% ഡിസ്കൗണ്ടോട് കൂടി. അതുകൂടാതെ അൺ അക്കാഡമിയിൽ നിങ്ങൾ പ്ലസ് ഓർ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് ജസ്നോഫ് എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, JESNOF, അതെന്റെ കോഡാണ്, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% അഡീഷണൽ ഡിസ്കൗണ്ടോട് കൂടി കോഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നുള്ള അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. അസർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? an AC doesn't show any magnetic effect. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് AC doesn't vary with time. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. AC doesn't show magnetic effect. മാഗ്നറ്റിക് എഫക്റ്റിന് കാരണം എന്താണ്? ഒരു മൂവിങ് ചാർജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കറന്റ് ഫ്ലോ ചെയ്യണം. അതായത് കറന്റ് ഫ്ലോ ചെയ്യണം നിർബന്ധമില്ല, ഒരു സിംഗിൾ ചാർജ് മൂവ് ചെയ്താലും ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് എഫക്ട്, റൈറ്റ്? അവിടെ AC DC എന്ന് പറഞ്ഞിട്ടുള്ള വേരിയേഷൻ ഒന്നുമില്ല. അത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണെങ്കിലും ഡയറക്റ്റ് കറന്റ് ആണെങ്കിലും whenever there is a moving charge it will be associated with some magnetic effect. അപ്പോൾ AC doesn't show magnetic effect എന്ന് പറയുന്നത് wrong statement ആണ്. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് AC doesn't vary with time. ടൈം വാരിയിങ് ആയിട്ടുള്ള കറന്റ് അല്ലെങ്കിൽ EMF നെയാണ് നമ്മൾ AC എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും ഫോൾസ് ആണ്. ഓപ്ഷൻ ഡി എന്നാണ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത അസർഷൻ റീസൺ എന്താണെന്ന് നോക്കാം. അസർഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത് എ വേരിയബിൾ കപ്പാസിറ്റർ ഇസ് കണക്ടഡ് ഇൻ സീരീസ് വിത്ത് എ ബൾബ് through AC source. If the capacitance of the variable capacitor is decreased, the brightness of the bulb is reduced. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ബ്രൈറ്റ്നെസ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിലൂടെ ലെസ് കറന്റ് ഫ്ലോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലെസ് കറന്റ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കാരണം? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടിയിട്ടുണ്ടായിരിക്കണം, അല്ലെ? റിയാക്ടൻസ് എന്ന് പറയുന്നത് കറന്റിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫിനോമിനയാണ്. അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്തപ്പോഴാണ്? കപ്പാസിറ്റൻസ് ഇസ് ഡിക്രീസ്ഡ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഫോർമുല എന്തായിരുന്നു? XC =
1/2π/c അല്ലെങ്കിൽ 1/ω/c. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് കുറയ്ക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ വേരിയബിൾ കപ്പാസിറ്റർ ഡിക്രീസ് ചെയ്യുന്ന വെച്ചാൽ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും. റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറന്റ് വിൽ ഫ്ലോ ലെസ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ brightness of the bulb will be reduced. അപ്പൊ പറഞ്ഞിരിക്കുന്ന assertion is completely correct. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസൺ വായിക്കാം. റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഇൻക്രീസ് ഇഫ് കപ്പാസിറ്റൻസ് ഇസ് റിഡ്യൂസ്ഡ്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ. കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ റിയാക്ടൻസ് വിൽ ഇൻക്രീസ്. അത് തന്നെയാണ് അസർഷൻ ട്രൂ ആവാനുള്ള റീസണും. അപ്പൊ ഇവിടെ അസർഷനും റീസണും ട്രൂ ആണ്. ആൻഡ് റീസൺ ഇസ് കറക്റ്റ്ലി എക്സ്പ്ലെയിനിങ് ദ അസർഷൻ. ഓപ്ഷൻ എ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? A capacitor of suitable capacitance can be used in AC circuit in the place of chalk coil. നമ്മൾ കപ്പാസിറ്റൻസും ഇൻഡക്ടൻസും പ്യുവർ കമ്പോണൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? പവർ ഡിസിപ്പേറ്റഡ് ഇസ് 0. അപ്പൊ ചോക്ക് കോയിലിന് പകരമായിട്ട് നമുക്ക് അവിടെ കപ്പാസിറ്റർ ഉപയോഗിക്കാം. കപ്പാസിറ്ററിന് ചാർജസ് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പവർ ഡിസിപ്പേഷൻ 0 കൂടെയാണ്. അപ്പൊ ചോക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്റർ ബ്ലോക്സ് DC ആൻഡ് അലൗ ഓൺലി AC. അതും കപ്പാസിറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. DC-നെ ബ്ലോക്ക് ചെയ്യുന്നു, AC-നെ മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ റീസൺ കൊണ്ടല്ല അത് ചോക്ക് കോയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അസർഷൻ ട്രൂ ആണ്. റീസൺ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അതും ഇൻഡിപെൻഡന്റ്ലി ട്രൂ ആണ്. പക്ഷെ റീസൺ ഇസ് നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിനിങ് ദ അസർഷൻ എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. രണ്ടും ട്രൂ ആണ്, ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അടുത്തത്, ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് ഓൾവേസ് 0. ട്രൂ ആണ്, 0 ആണ് അല്ലെ. നമ്മൾ ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ 0 ആവാനുള്ള കാരണം എന്താണ്? ഓൾട്ടർനേറ്റിംഗ് EMF-നാണെങ്കിലും കറന്റിനാണെങ്കിലും പോസിറ്റീവ് വേരിയേഷൻസ് ആൻഡ് ഈക്വൽ ഓഫ് നെഗറ്റീവ് വേരിയേഷനും കൂടി ഉണ്ട്. ഒരു സൈൻ കർവ് ആണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുവാണെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് AC is going to be 0. റീസൺ പറഞ്ഞിരിക്കുന്നത് ആവറേജ് വാല്യൂ ഓഫ് AC is always defined over half cycle. അതേ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ആവറേജ് വാല്യൂ ഹാഫ് സൈക്കിളിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫുൾ സൈക്കിളിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? AC-യുടെ RMS വാല്യൂ ആണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. ആവറേജ് വാല്യൂ ഡിഫൈൻ ചെയ്യുന്നപ്പോഴും ഹാഫ് സൈക്കിളിലാണ്. ഇത് അസർഷനും റീസണും ട്രൂ ആണ്. പക്ഷെ റീസൺ അല്ല അസർഷന്റെ കാരണമായിട്ട് വരുന്നത്. അതേസമയം റീസണും അസർഷൻ സ്റ്റേറ്റ്മെന്റും നമ്മളൊന്ന് സ്വാപ്പ് ചെയ്ത് എഴുതുകയാണെങ്കിൽ, അതായത് അസർഷൻ ആയിട്ട് ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ is always defined over half cycle. റീസൺ ആയിട്ട് അസർഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും സ്വാപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ റീസൺ വായിച്ചാൽ അത് അസർഷന്റെ കാരണമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്നാണ് എഴുതേണ്ടത്. രണ്ടും ഇൻഡിപെൻഡന്റ്ലി ട്രൂ ആണ്, ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അടുത്ത ചോദ്യം, എഡ്ഡി കറന്റ് is produced in any metallic conductor when magnetic flux is changed around it. കറക്റ്റ് ആണ് അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ എഡ്ഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. റീസൺ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ദ ഫ്ലോ ഓഫ് ചാർജ്. V = W/Q എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യലും ചാർജും, അതായത് എത്രത്തോളം പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ചാണ് ചാർജിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. സോ വിച്ച് മീൻസ് റീസൺ ഇസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇതുകൊണ്ടാണ് അതെന്ന് പറയാനായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ദേ ആർ ഇൻഡിപെൻഡന്റ്ലി ട്രൂ, ബട്ട് ദേ ഡു നോട്ട് എക്സ്പ്ലെയിൻ ഈച്ച് അതർ. സോ ആൻസർ ബി ആണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കാം. In LCR circuit, resonance can take place. Very true. LCR സർക്യൂട്ടിലാണ് നമ്മൾ റെസൊണൻസ് പഠിച്ചത്. എപ്പോഴാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്? When the inductive reactance and capacitive reactance are equal, and inductive reactance will always oppose the capacitive reactance. അതായത് പൊട്ടൻഷ്യൽ ഡ്രോപ്സ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് വരുന്നത് അല്ലെ. അപ്പോ റെസൊണൻസ് ക്യാൻ ടേക്ക് പ്ലേസ്. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? റെസൊണൻസ് ക്യാൻ ടേക്ക് പ്ലേസ് ഇഫ് inductance and capacitive reactance are equal and opposite. അതും ട്രൂ ആണ്, and reason is correctly explaining the assertion. So it is option A. Option A എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ എഴുതാൻ പറ്റുന്നത് അല്ലെ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. അസർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, when a capacitive reactance is smaller than the inductive reactance in an LCR circuit, EMF leads the current. ഒരു
നമ്മൾ എൽ സി ആൻഡ് ആർ കമ്പോണൻസ് പഠിച്ചു. അതിൽ പ്യുവർ റെസിസ്റ്റീവ് കമ്പോണന്റ് ആണെങ്കിൽ ഇ എം എഫ് ആൻഡ് കറന്റ് ആർ ഇൻ ഫേസ്, ദർ ഇസ് നോ ലീഡിങ് ഓർ ലാഗിങ് അല്ലെ. ഇ എം എഫ് ലീഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആവുമ്പോഴാണ്. ഇനി കറന്റ് ലീഡ് ചെയ്യുന്നത് എപ്പോഴാണ്? കപ്പാസിറ്റീവ് സർക്യൂട്ട് ആവുമ്പോഴാണ്. അപ്പോ ഒരു സർക്യൂട്ടിനകത്ത്, എൽ സി ആർ സർക്യൂട്ടിനകത്ത് ഇ എം എഫ് ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഡക്റ്റൻസ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സർക്യൂട്ട് ആയിരിക്കണം. ഇ എം എഫ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി കറന്റ് ആണ് ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കപ്പാസിറ്റർ ഡോമിനേറ്റിംഗ് സർക്യൂട്ട് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇ എം എഫ് ലീഡ്സ് ദ കറന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് സ്മോളർ ദാൻ ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പൊ കപ്പാസിറ്റൻസ് കുറവും ഇൻഡക്ടൻസ് കൂടുതലും, അതായത് ഇൻഡക്ടൻസ് ഡോമിനേറ്റിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇ എം എഫ് ഇസ് ഗോയിങ് ടു ലീഡ് ദ കറന്റ്. അപ്പൊ അസർഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. റീസൺ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫേസ് ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓഫ് ദ സർക്യൂട്ട്. അതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ റീസൺ ഇസ് നോവെയർ കണക്റ്റഡ് ടു ദ അസർഷൻ. സോ ഓപ്ഷൻ ബി എന്നാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടും ഇൻഡിപെൻഡന്റ്ലി ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബട്ട് റീസൺ ഇസ് നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിനിങ് ദ അസർഷൻ. ഇനി നമ്മളുടെ അവസാനത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻസർ ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. ഡി സി ആൻഡ് എ സി ബോത്ത് ക്യാൻ ബി മെഷേർഡ് ബൈ എ ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്. നമ്മള് എ സി കറന്റ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഹോട്ട് വയർ അമ്മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. സാധാരണ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ സി കറന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. നോർമൽ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡി സി കറന്റ് മെഷർ ചെയ്യാം. ഇനി ഈ ഹോട്ട് വയർ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എ സി മാത്രമല്ല, നമുക്ക് എ സിയും ഡി സി മെഷർ ചെയ്യാൻ പറ്റും. നോർമൽ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡി സി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഹോട്ട് വയർ അമ്മീറ്റേഴ്സ് ക്യാൻ ബി യൂസ് ടു മെഷർ ബോത്ത് എ സി ആൻഡ് ഡി സി എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതല്ല കറക്റ്റ് ആയിട്ടുള്ളത്. ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്ത്, അപ്പൊ ഹോട്ട് വയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ദേ ക്യാൻ ബി യൂസ് ടു മെഷർ ബോത്ത് ഡി സി ആൻഡ് എ സി. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നുള്ള ഈ അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എഴുതാൻ നോക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. Have a wonderful day ahead to all of you.